ഞങ്ങൾ ഈ 60-70 വയസ്സുകൊണ്ട് എന്താക്കാനാണ്? അവർ 1000 വർഷമൊക്കെ ഇസ്ലാമിന് വേണ്ടി അവരുടെ ജീവിതം സമർപ്പിച്ചു, എല്ലാം നിനക്ക് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെയുള്ള ആ മഹത്തുക്കളോട് കൂടെ സ്വർഗത്തിലെത്താൻ ഞങ്ങൾ എന്ത് ചെയ്യും നബിയെ എന്ന ധർമ്മസങ്കടത്തില് ആ സമയത്ത് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. വഹയുമായിട്ട് നബിയെ നിങ്ങൾ ഓതിക്കൊടുക്കുക, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ എന്ന സൂറത്ത് ഇറങ്ങാനുള്ള സാഹചര്യം അതാണ്. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾക്കൊരു സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. നൽകിയ സന്തോഷം ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരു രാത്രി, ആ ഒരൊറ്റ രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയാൽ 83 വർഷം ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ 1000 മാസങ്ങളെക്കാൾ പ്രതിഫലം എന്നാണ്. 1000 എന്നത് അറബിക് ന്യൂമർ അനുസരിച്ച്, അറബിക് സംഖ്യാശാസ്ത്രം അനുസരിച്ച് ഏറ്റവും അങ്ങേയറ്റത്തെ സംഖ്യയാണ് 1000. 1000 കഴിഞ്ഞാൽ പിന്നെ 1000 വെച്ചാണ് പിന്നെ തുടങ്ങുന്നത്, അല്ലെ? അൽഫ് പിന്നെ അൽഫുമായിട്ടാണ് പിന്നെ ഉണ്ടാവുക. അശറത്തു ആലാം, അങ്ങനെ അൽഫ് ഉപയോഗിച്ചാണ്. പിന്നെ 1000ത്തെ മറ്റുള്ള സംഖ്യയിലേക്ക് ചേർത്താൽ മതി. അപ്പൊ അതിന് തഫ്സീർ പറഞ്ഞെടുത്ത് കാണാം, അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് അറിയില്ല. അങ്ങനെ അറ്റമില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നതാണ്. ഇനി ഏറ്റവും കുറഞ്ഞത് 1000 മാസം എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടിയാൽ തന്നെ 83 വർഷം ചില്ലാണ്, ഏകദേശം 84ഓളം വർഷം ഇബാദത്ത് ചെയ്ത കൂടിയിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു 10 ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ ബാക്കിയുള്ള എല്ലാ സമുദായങ്ങളെയും ഓവർടേക്ക് ചെയ്യാൻ നമുക്ക് കഴിയും. അല്ലാഹു ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോ ആ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന ഒരു രാവിലേക്കാണ് ഇന്നത്തെ രാത്രി നമ്മൾ പ്രവേശിക്കുന്നത്. പഞ്ചസാരക്കുന്നിൽ ചക്കരക്കരിപ്പ് എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ രാത്രി. കാരണം ഇന്ന് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്നതോടൊപ്പം ശുദ്ധ റമദാനാണ്, അതുപോലെ വെള്ളിയാഴ്ചയാവും, എല്ലാം വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവ് ഒരു പക്ഷേ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. 27 എന്താണ് എല്ലാവരും ഇത്ര പ്രാധാന്യം നൽകാനുള്ള കാരണമെന്ന് വെച്ചാൽ, ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. ഇന്ന ദിവസമാണിത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. പറയാൻ വേണ്ടി വരുന്ന അവസരത്തിൽ മദീനത്തെ പള്ളിയിൽ 2-3 ആളുകൾ ഇരുന്ന് സംസാരിക്കുന്നു, അവർ ചില തർക്കങ്ങളിൽ ഏർപ്പെടുന്നു, അല്ലാഹു തആല മറപ്പിച്ച് നടക്കുന്നു. ആ പള്ളിയിലുള്ള സംസാര തർക്കമൊക്കെ എത്രത്തോളം നമുക്ക് പ്രതികൂലമായി ബാധിക്കുമെന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടെയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഇന്ന ദിവസമാണ് എന്ന് നമുക്ക് കൃത്യമാക്കി തന്നിട്ടില്ല. അതും ഒരു അനുഗ്രഹമാണ്. പിന്നീട് പറയും